കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. മണിക്കൂറിൽ 108 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 20 സെക്കൻഡ് കൊണ്ട് 350 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്താൽ ട്രെയിനിൻ്റെ നീളമാണ്. അപ്പോൾ ആദ്യം തന്നെ ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാ? 108 km/h ആണ്. ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, മീറ്ററിലും സെക്കൻഡിലും ഒക്കെ കിടക്കുക. അപ്പോൾ ഇങ്ങനെ യൂണിറ്റ് ഇതിലിട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. 108 km/h എന്തിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതിൻ്റെ ഷോർട്ട് കട്ട് എന്താ? km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലേ? അപ്പോൾ ഇതെന്തിലാകും? മീറ്റർ പെർ സെക്കൻഡിലാകും. അപ്പോൾ സ്പീഡ് എത്ര എന്ന് കിട്ടും? 108ഉം 18ഉം വെട്ടിപ്പോവും. 18 ഗുണം 6 108. അപ്പോൾ 6 ഗുണം 5 30 മീറ്റർ പെർ സെക്കൻഡാണ് ആ ട്രെയിനിൻ്റെ വേഗതയെന്ന് കിട്ടി. ഓക്കെ ആണോ? ഇനി ചോദ്യത്തിൽ പറയുന്നു ആ ട്രെയിൻ 20 സെക്കൻഡ് സമയമാണ് യാത്രയ്ക്ക് എടുത്തത് എന്ന് പറയുന്നു. സ്പീഡും ഉണ്ട്, ടൈമും ഉണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കാണരുതോ? ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. അപ്പോൾ 30 ഗുണം 20. ആ ട്രെയിൻ ട്രാവൽ ചെയ്ത ആകെ ദൂരം എത്ര എന്ന് ചോദിച്ചാൽ 600 മീറ്റർ എന്ന് പറയാം. ഈ ഒരു മൊമെൻറ്റ് വരെ ഓക്കെ ആണോ? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സ്പീഡിൽ നിന്നും ടൈമിൽ നിന്നും ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു വെച്ചു. ഇനി ചിന്തിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് എന്താണ്? ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്ന ചോദ്യങ്ങളിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്തിനൊപ്പം പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് കൂട്ടുന്നതാണ്, അല്ലേ? അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസായ 600 എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് അതിനൊപ്പം പ്ലാറ്റ്ഫോമിൻ്റെ നീളം എത്ര എന്ന് ചോദ്യം പറയുന്നുണ്ട്? 350 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിലെ ട്രെയിനിൻ്റെ ലെങ്ത് എത്ര എന്ന് ചോദിച്ചാൽ 600 മൈനസ് 350. ഈ ചോദ്യത്തിൽ പറയുന്ന ട്രെയിനിൻ്റെ ലെങ്ത് 250 മീറ്റർ ആണ്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.